നിവീൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാൻ കാരണം ആദിലയും നൂറയും. എന്തുകൊണ്ടാണ് നൂറയ്ക്ക് ഇത്രമാത്രം നിവീനോട് ദേഷ്യം? നിവീനെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കാനുള്ള കാരണം എന്താണ്? ആ കാരണം നൂറ ഇവിടെ ഷാനവാസിനോട് തുറന്നു പറയുന്നുണ്ട്. ഷാനവാസ് ഞെട്ടിപ്പോകുന്നു. അങ്ങനെ നടന്നോ? ഇങ്ങനെയായിരുന്നോ നിവീൻ എന്ന് ഇവിടെ ജിസയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പോകാൻ പാടില്ലായിരുന്നു എന്ന്. വീട്ടുകാരെല്ലാവരും പിന്നെയും അനുവിനെ എതിരായിട്ട് തന്നെ നിൽക്കുകയാണ്. അനു ഇവിടെ സ്കോർ ചെയ്യുമോ? അതായത് ഈ അക്ബർ, അപ്പാനി, അതേപോലെ തന്നെ ഈ റെന, ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് എന്ത് നേട്ടമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്? അത് അനുമോൾക്കല്ലേ ഉണ്ടാവുള്ളൂ ആ നേട്ടം. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സത്യമായിട്ടും ഒനിലിൻ്റെ ബർത്ത്ഡേ അവിടെയൊക്കെ ആഘോഷിച്ചു കേട്ടോ. അവർ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ പക്ഷേ ഭയങ്കര വിഷമമായിരുന്നു നിവീൻ പോയതുകൊണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ വിഷയം പറയാം. നൂറയുടെ വിഷയമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നൂറയും ആദിലയും ആണ് അവരെ ഏറ്റവും കൂടുതൽ നിവീൻ ഔട്ടാവാനുള്ള ഒരു കാരണക്കാരായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. കാര്യം അവരാണ് ഇവിടെ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്ത് നിവീനെ പുറത്താക്കാനുള്ള, പുറത്ത് പോകാനുള്ളൊരു കാരണമായി മാറിയത് അല്ലേ. ഇവിടെ ശൈത്യ അതാണ് പറയുന്നത്. കാര്യം അവന് സോറി പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇവരാണ് പ്രവോക്ക് ചെയ്തത്. അതിനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ ബിന്നിയും വന്നിട്ട് ആദിലെ നൂറോട് പറയുന്നുണ്ട്, ആ നിവീൻ എല്ലാവരോടും പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് അത് മോശം ഗെയിമായിപ്പോയി, ചീപ്പ് ഗെയിമായിപ്പോയി എന്നെല്ലാം അക്ബറും പറയുന്നുണ്ട്. ഇവർ പറഞ്ഞ ഗെയിമാണ്, പക്ഷേ ഇവർ ആദിലെ നൂറയും കളിച്ചത് ഗെയിമാണ്, പക്ഷെ ചീപ്പ് ഗെയിമായിപ്പോയി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? നൂറയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് എന്തായിരിക്കും നിവീൻ പറഞ്ഞത്? അത് ഇവിടെ ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ അടുത്ത് ആദിലയും നൂറയും പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ലൈവിൽ. ഇതിൽ ആദിലയും നൂറയും അവിടെ കപ്പിൾസാണ്. അവർ അകത്ത് കയറിക്കുന്നത് കപ്പിളായിട്ടാണ് കയറിയിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് കണ്ടസ്റ്റൻ്റ് ആയെങ്കിലേ ഉള്ള ഒരു പാർട്ട്നേഴ്സാണ്. ഓക്കെ, അവർ കമ്മ്യൂണിറ്റീനെ ഇതാക്കിയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം അവരെ പിരിയിപ്പിക്കാൻ നോക്കിയ ആളാണ് ഈ നിവീൻ എന്നാണ് നൂറ പറയുന്നത്. അങ്ങനെ നോക്കി പിരിയിപ്പിക്കും എന്ന് പറഞ്ഞു. അതായത് ഒരു കപ്പിളിനെ പിരിയിക്കുന്നതാണ് പുള്ളിക്കാരന് ഇഷ്ടം. അതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞവരെ വരെ പിരിയിപ്പിച്ചിട്ടുണ്ട്. അതൊരു ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ഈ നിവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഷാനവാസ് എന്തെന്ന് കല്യാണം കഴിഞ്ഞവരെ ശരിക്കും അതെ അങ്ങനെ പിരിയിപ്പിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിനെ അവർ പിരിയിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിവീൻ എന്നാണ് നൂറയും ആദിലയും പറയുന്നത്. അങ്ങനെയാണോ? അതെ, ഇവരെ തമ്മിൽ, അതായത് നൂറേനെയും ആദിലയും തമ്മിൽ അടിയിപ്പിച്ച് പിരിയിപ്പിക്കും, എനിക്കിഷ്ടമല്ല നിങ്ങൾ പാർട്ട്നേഴ്സായിട്ട് കഴിയുന്നത് എന്നാണ് ഇവിടെ നൂറയും ആദിലയും പറയുന്നത്. മനസ്സിലായില്ലേ ഷാനവാസിൻ്റെ അടുത്ത്? ഓ അങ്ങനെയാണല്ലേ, ശരി 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 എന്ന് ഷാനവാസ് പറയുന്നു. ഇവിടെ ജിസേലിന് ഭയങ്കര വിഷമമുണ്ട്. കാര്യം ജിസേലിൻ്റെ ഫ്രണ്ടായിരുന്നു ഞഞ്ഞ എന്ന് പറഞ്ഞ് നടക്കുന്ന ജിസേലിൻ്റെ ഫ്രണ്ടായിരുന്നു നിവീൻ. അപ്പം ജിസേൽ ഇവിടെ പറയുന്ന ന്യായം, തലേ ദിവസം വരെ ആദിലെ നൂറയ്ക്ക് എടുത്തു, എല്ലാം കൊടുത്തു, ഐസ്ക്രീം കൊടുത്തു, കേക്ക് കൊടുത്തു, എന്നിട്ട് അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, പിന്നെ അവൻ എന്തിനാ ഈ മണ്ടത്തരം ചെയ്തത് എന്ന്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരുന്നത് രേണുവിൻ്റെ കാര്യമാണ്. രേണു ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ ക്യാമറ നോക്കി പറഞ്ഞിട്ടേ ഇല്ല പോകുമെന്ന്. രേണു ഇപ്പോൾ പ്ലേറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. കാര്യം രേണുവിനൊരു പേടി, ഇനി എന്നെ എങ്ങാനും പുറത്താക്കൂ. അങ്ങനെ പുറത്താക്കണം എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം രേണുവാണ് പോവേണ്ടിയിരുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ. കാര്യം അവിടെ ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പം രേണുവാണ് പുറത്ത് പോകേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് പറ്റി രേണു പുറത്ത് പോകാത്ത? അപ്പോൾ രേണു ഇപ്പോൾ പറയണം ഞാൻ ക്യാമറ നോക്കി പോകണമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലാതെയാണ് പറഞ്ഞേക്കുന്നതെന്നാണ് പറഞ്ഞേക്കണേ. ഇവിടെ അനുവും അപ്പാനിയും അക്ബറും അപ്പാനിയും റെനയും ഈ ആര്യനും ഇവരുടെ ഈ ഗ്രൂപ്പ് പൊട്ടിച്ച് ഇവർ സിംഗിളായിട്ട് കളിച്ചില്ല എങ്കിൽ അത് അനുവിനെ നല്ല രീതിയിൽ പൊക്കിക്കൊണ്ടുവരും. ഉറപ്പാണത് ഈ ഗെയിമിൽ. സത്യമാണ് ഞാനീ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിച്ചു കൂടിയിരുന്ന് ഒരാളെ എങ്ങനെയാണോ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ ഇപ്പോൾ അനീഷ് മാറി, അനീഷിൻ്റെ ഗെയിം കഴിഞ്ഞു. എനിക്കറിയില്ല പുള്ളിക്കാരൻ എന്താ ചെയ്യണം എന്നുള്ളതിനകത്ത്. ഒന്നിനൊരു മറുപടിയില്ല. ഏതോ ഒരു ലോകത്താണ് ഇങ്ങനെ ഇരിക്കുന്നു. ആകെക്കൂടെ ഷാനവാസേ മരമണ്ട ഇത് മാത്രം പറയും. ഷാനവാസും തിരിച്ച് അങ്ങോട്ട് പറയും. ഇത് മാത്രമേ അനീഷിൻ്റെ ഗെയിമായിട്ടുള്ളൂ. ഈ ആഴ്ചയും അനീഷ് ഉണർന്നില്ല എങ്കിൽ അനീഷ് ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. ഇവിടെ അനു ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അനുവിൻ്റെ പുറകെയും അനുവിൻ്റെ മുന്നിലുമായിട്ട് ആൾക്കാർ കയറുകയും ചെയ്യും ഇനി അങ്ങോട്ട് പോകുമ്പോൾ. സോ ഇവിടെ അനുവിന് ഇവിടെ ഏറ്റവും നല്ല ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് അക്ബറും അപ്പാനിയും ഈ റെനയൊക്കെയാണ്. ഇവർ ഒറ്റപ്പെട്ട് ഇവർ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വന്തമായിട്ട് ഇവർ ഗെയിം കളിച്ചില്ല എങ്കിൽ
അനു എന്തായാലും അത് മുകളിലോട്ട് കയറി വരത്തേ ഉള്ളൂ. അനുവിനെ ഗെയിമിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുന്നിലേക്ക് കുതിച്ചുയരാൻ വേണ്ടിയിട്ട്. കാര്യം അനുവിന് സപ്പോർട്ട് കിട്ടും, ഇവർക്ക് നെഗറ്റീവ് ആവും. കാര്യം ഇവർ ഓൾറെഡി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇവരുടെ ഗെയിം ഇവർ മാറ്റിയില്ല എങ്കിൽ, പ്രത്യേകിച്ച് റെന അപ്പാനിയൊന്നും മാറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ പറയില്ലേ, ഒന്ന് ചീഞ്ഞ് അടുത്തതിന് വളമാവുമെന്ന് പറയില്ലേ, അതുപോലെ കിടക്കുന്ന രണ്ട് വസ്തുക്കളാണ് അപ്പാനിയും റെനയൊക്കെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗെയിം മറ്റുള്ളവർക്കാണ് ഗുണകരമാവുന്നത്, ഇവർ കളിക്കുന്നത് ബാക്കിയുള്ളവർക്കാണ്. ഇപ്പം ഇവരുടെ ഗെയിം അനുവിനാണ് ഗുണകരമാവുന്നത്. മനസ്സിലായോ? ഇപ്പം പല സീസണിലും നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം സീസൺ 2 മറ്റ് കണ്ടസ്റ്റൻസ് കളിച്ചതൊക്കെ രജിത് സാറിനാണ് ഗുണകരമായത്, പുള്ളിക്കാരനാണ് സപ്പോർട്ട് കിട്ടിയത്. അതേപോലെ ഓരോ സീസണിലും വേറൊരാൾ നെഗറ്റീവായിട്ടാണ്, അത് ഫേക്കാണോ റിയലാണോ, നല്ല മനുഷ്യനാണോ മോശം മനുഷ്യനാണോ, അതൊന്നും ഇവിടെ ആൾക്കാർ നോക്കില്ല. ഇവിടെ ആരാണ് ഫേക്ക്, ആരാണ് റിയൽ, ആരാണ് മോശം ഗെയിം കളിക്കുന്നത്, ആരാണ് നല്ല ഗെയിം കളിക്കുന്നത്, ഇങ്ങനെയൊന്നും നോക്കൂല. അൾട്ടിമേറ്റ്ലി സ്ക്രീനിൽ എന്താണോ കാണുന്നത്, ഏറ്റവും കൂടുതൽ എന്താണോ കാണുന്നത്, അതായിരിക്കും ശരി. ഇങ്ങനെ പോവത്തുള്ളൂ. ഈ ഗെയിമിൻ്റെ പാറ്റേൺ അതാണ്. സോ ഒരു ചീഞ്ഞ് വേറൊന്നിന് വളവാകും. ബിഗ് ബോസിൻ്റെ ഒരു ഇതിഹാസം അങ്ങനെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പാനി, റെന, അക്ബർ ഇവരൊക്കെ ഗെയിം മാറ്റിയില്ലെങ്കിൽ പണി പാളും. അതുപോലെ തന്നെ ആദിലയും നൂറയുടെയും കാര്യം, ഇവർ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇവർ ആരെ സപ്പോർട്ട് ചെയ്യണ്ട, അനുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട, ആരെ സപ്പോർട്ട് ചെയ്യേണ്ട, സ്വന്തമായിട്ട് നിലപാടിൽ ഉറച്ചു നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോണത്. അനീഷിൻ്റെ കാര്യം, ഈ ആഴ്ചയും കൂടെ അനീഷ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അനീഷ് ലിസ്റ്റിൽ നിന്ന് പുറത്താവും. രേണു ഇത് ഇങ്ങനെ എത്ര ദിവസം അവിടെ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്കൊരു പിടിയുമില്ല. ശൈത്യയുടെ കാര്യം, ശൈത്യയ്ക്ക് ഒരു സ്റ്റാൻഡുണ്ട്, പക്ഷേ ഇപ്പോഴും ശൈത്യയുടെ ഒരു രീതിയിലേക്ക് വരുന്നില്ല. ശൈത്യ കളിക്കുന്നുണ്ട്, അനുമോളുടെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട്, പക്ഷെ അത് എങ്ങോട്ടേക്ക് പോകുന്നൊരു പിടിയില്ല. ജിസയിലും ആര്യൻ്റെ കാര്യം അത് വേറൊരു അവസ്ഥ അല്ലേ. ആര്യൻ്റെ കാര്യം, ആര്യൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ടാസ്ക് ചെയ്യാൻ നല്ല സൂപ്പറാണ്, പക്ഷേ ഗെയിം അവിടെ കളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, തോന്നുന്ന പോലെ എന്തൊക്കെയോ കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ജിസേലിൻ്റെ ഗെയിം ഇനി മാറും, ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം. അനുവിൻ്റെ ഗെയിമും ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയായിരിക്കും. അത് വിജയിപ്പിച്ച് കൊടുക്കുന്നത് ഈ അപ്പാനിയും കൂട്ടരുമാണ്. മനസ്സിലായില്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.